മണ്ണൂർക്കരയുള്ള ഒരു ഉമ്മച്ചിക്കുട്ടി 18ാമത്തെ വയസ്സിൽ കല്യാണമായതാ. കെട്ട് കഴിഞ്ഞ് 7ാം പക്കം പുതിയാപ്പിള ദുബായിക്ക് പ്ലെയിൻ കയറി. ആദ്യം 1-2 കത്തുകളൊക്കെ വന്നു. പിന്നെ ഒരു വിവരവും ഇല്ല. മാസം 1ആയി, 2ആയി, 6ആയി, 10ആയി. പുതിയാപ്പിളയുടെ പൊടിയില്ല. ഒടുക്കം ആരോ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി. അമ്മ എന്ത് ചെയ്തു? 2 പൊതി ഭസ്മം കൊടുത്തു. ഒന്ന് കറുപ്പ്, ഒന്ന് ചുമപ്പ്. എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു 7 കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം 2ഉം 2ആയി കലക്കാൻ. എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ. എന്റെ കുഞ്ഞേ, പറഞ്ഞാ വിശ്വസിക്കത്തില്ല. 3ാം പക്കം പുതിയാപ്പിള ബാഗും തൂക്കി പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ കാര്യം അമ്മയോട് തുറന്നു പറയുക. അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക. അറിയുന്നു, എല്ലാം അറിയുന്നു. ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ, ആ മനുഷ്യനെ മാത്രം. ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട്, എന്റെ സ്വന്തക്കാർ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം ഒരു തരിമ്പ് സ്നേഹം പോലും എനിക്ക് തന്നില്ല. മതിയായി, ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. അവൻ നീചശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുപോയതാണ്. അവനെ തിരിച്ചെടുക്കാം. അമ്മ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അമ്മ ഒരു തകിടെഴുതി പൂജിച്ചു തരാം. അത് ഭദ്രമായി ഒരു കുടത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചിടണം. മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം. 101 വട്ടം അവൻ അത് മറികടക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. അമ്മയെ വിശ്വസിക്കൂ, വിശ്വാസമാണ് രക്ഷ. എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമുണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരേ. കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുമെന്ന്. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ, ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാദിഗ്രഹങ്ങൾ
ബീജത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല, അതിനു മുമ്പേ പൂച്ച പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ, ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ എറിഞ്ഞുടക്കി സ്വാമി. കുടുംബം അനാഥമാക്കല്ലേ സ്വാമി. അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ, നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറന്നു മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ? എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. ദാ അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത് പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ എല്ലാവരും ഒന്ന് നോക്കിയേ, എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാണോ പൊട്ടിത്തെറിച്ച? തന്റെ അപ്പൂപ്പന്റെയോ? താനെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ. തേങ്ങ ആരോടച്ചാലാ? എന്നാ പിന്നെ തനിക്ക് തേങ്ങ മേടിച്ച് മുടച്ച പോരായിരുന്നോ? എന്നെ എന്താണ് വിളിച്ചത്? മരവാക്കി നിർത്ത്. നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട. ഞാനൊരു സത്യം പറയട്ടടാ പട്ടി. ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ? ഞാൻ പറയാം. കേക്കണോ കാർന്നോരെ? കേക്കണോടാ? ഞാൻ പറയാം. ഞാൻ തുറന്നു പറയാം. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓടോ. ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അയ്യോ ചേട്ടാ ചേട്ടാ അവിടെ നിൽക്കാൻ ഇതെങ്ങോട്ടായി കിടന്ന് പായുന്നത്? വീട്ടിൽ ആരുമില്ല കുഞ്ഞെ. അതുകൊണ്ട് കിടന്നോടൂ. സത്യം പറയണം, തേങ്ങ അടിച്ചപ്പോ നിങ്ങൾ എന്തിനാ കിടന്ന് നിലവിളിച്ച്? അയ്യോ അത് പിന്നെ പേടിച്ചിട്ട്. ഞങ്ങൾ ആരും പേടിച്ചില്ലല്ലോ. എനിക്ക് വയസ്സായില്ലേ. വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കയറ്റി ഇടിച്ച ഷേപ്പ് ഞാൻ മാറ്റിക്കും. അയ്യോ നിങ്ങളല്ലേ അത് അവിടെ കുഴിച്ചിട്ട്? അല്ലേ അല്ല അല്ലേ അല്ല അല്ലേ? അതെ. എന്തിനാ? ആര് പറഞ്ഞിട്ടാ? കുഞ്ഞിന് വേണ്ടിയാ. കുഞ്ഞു പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഇനി ഒരിക്കലും ഞാൻ കുഴിച്ചിടത്തില്ല.